പാലക്കാടിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ചെറിയ ലീഡ് എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അത് മാറാനുള്ള സാധ്യതയാണ്. അത് മാറുകയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി വീണ്ടും പാലക്കാട് ലീഡ് എടുക്കുകയാണ്. NDAയുടെ ടോട്ടൽ സ്കോർ അത് 2-ൽ നിന്ന് 1 ചുരുങ്ങുന്നു. മാത്രമല്ല നഗരസഭ എണ്ണി കഴിയാൻ പോവാണ്. പിരായിരി, മാത്തൂർ, കണ്ണാടി. പിരായിരി എണ്ണുമ്പോഴേക്ക് പിഷാരടിയുടെ ലീഡ് 5000 കടക്കും. മാത്തൂരും കണ്ണാടി എണ്ണി കഴിയുമ്പോഴത്തേക്കും രമേശ് പിഷാരടി 10000-ന് മുകളിൽ വോട്ടിൽ പാലക്കാട് ജയിക്കും. മഞ്ചേശ്വരത്ത് 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ LDF പൂർണ്ണമായും തകർന്നു എന്ന പിക്ചറാണ് ഇതുവരെ ആകെ കിട്ടിയത്. LDFന് 7000 ചില്ലാൻ വോട്ടുകൾ മാത്രമാണ് മഞ്ചേശ്വരത്ത്. ഇതിനെല്ലാം ട്രെൻഡിന് വിരുദ്ധമായിട്ടുള്ള ഒരു റിസൾട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ കാണുന്നത്. അഴീക്കോടും അല്ല, ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ള 14 സീറ്റുകളിൽ 8 LDF ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു സിറ്റിംഗ് സീറ്റിൽ അവർ പുറകിലാണ്, അത് നേമത്താണ്. എന്നിട്ട് പോലും 5 മാത്രമേ UDF ലീഡ് ചെയ്യൂ. അതെന്തുകൊണ്ടായിരിക്കും? 6 സീറ്റിൽ അല്ലേ? 8 LDF, 1 NDA, 5 UDF. ആ രീതിയിൽ ഇത് കേരളത്തിലുള്ള ട്രെൻഡിന് നേരെ വിരുദ്ധമായ രീതിയിലാണ്. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഈ 3 ജില്ലകൾ ഇല്ലായിരുന്നെങ്കിൽ LDFന്റെ അവസ്ഥ ദയനീയമായ. കോഴിക്കോട് ഒരേ ഒരു ഒറ്റ സീറ്റിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഒറ്റ സീറ്റിൽ, ബേപ്പൂരിൽ മാത്രം. വല്ലാത്ത അവസ്ഥയാണ്. നോക്കൂ, നമുക്ക് വടക്ക് ഇങ്ങോട്ട് എടുത്താൽ തൃക്കരിപ്പൂർ, അതിപ്പോൾ VPP മുസ്തഫ ലീഡ് തിരികെ പിടിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി പാർട്ടി കോട്ടയാണ് അവിടെ ലീഡ് ചെയ്യുന്നു. അഴീക്കോട് ലീഡ് ചെയ്യുന്നു, 4500 ക്രോസ് ചെയ്യുന്നു. തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. 9ാം റൗണ്ടിൽ 1000 മണി സി കാപ്പന് തന്നെയാണ് ലീഡ്. പക്ഷെ ആ ലീഡിന്റെ നമ്പർ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ 7000 ചില്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ 4500-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ് മണി സി കാപ്പന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ ഇടവ്. അതായത് 9ാം റൗണ്ടിൽ ജോസ് കെ മാണി ഒന്ന് ചെറിയതായി ലീഡ് പിടിച്ചു. ആദ്യമായിട്ടാണ് ഈ